എന്റെ ചേച്ചി ഇതുവരെ വന്നില്ലല്ലോ. ഇല്ല മാഡം, വന്നിട്ടില്ല. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതല്ലേ, എങ്ങോട്ടാ അപ്രതീക്ഷമായത്? എനിക്ക് തോന്നുന്നത് ആ പെൺകുട്ടികൾ നിന്നേക്കാൾ ഗുഡ് ലുക്കിംഗ് ആണ്, അതുകൊണ്ടാണ് നിനക്ക് അസൂയ തോന്നുന്നതാണ്. അവരുടെ മുടി നിന്നേക്കാൾ നല്ലതാണ്, അവരുടെ മുഖം നിന്നേക്കാൾ ചുമന്നിട്ടാണ്, പിന്നെ അവരുടെ കൈ നിന്നേക്കാൾ സോഫ്റ്റ് ആണ്. നോക്ക്, നിന്റെ കൈ കല്ല് പോലെ ഇരിക്കുന്നു. അതെ, പിന്നെ നിങ്ങളുടെ കയ്യില് ഈ കയ്യിലൊക്കെ തേക്കുന്ന ലോഷൻ അതൊക്കെ ഉണ്ടോ? കൈയൊന്ന് സോഫ്റ്റ് ആക്കാൻ. മാഡത്തിന്റെ ലോഷൻ എടുത്തിട്ട് വരാം. താങ്ക്സ്. ചേച്ചിയെ ഫോൺ ചെയ്യാം, എങ്ങോട്ടാ അപ്രതീക്ഷമായതെന്ന് ചോദിക്കാം. ഇതുകൊള്ളാലോ, ഫോൺ എടുക്കുന്നില്ല. അയ്യോ, ഈ ചേച്ചി ഫോൺ എന്താ എടുക്കാത്തത്? ആരുടെ കൂടെയാ ചേച്ചി പോയിരിക്കുന്നെ? കിരൺ സാറിന്റെ കൂടെ ആയിരിക്കുവോ? ഈ ചേച്ചി ആള് കൊള്ളാമല്ലോ. എന്നെ സമീറിന്റെ പേരും പറഞ്ഞ് കളിയാക്കിയിട്ട് കിരൺ സാറിന്റെ കൂടെ കറങ്ങി നടക്കുക. ഇനി കണ്ടോ, ചേച്ചിയെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരം ഞാൻ പാഴാക്കൂല. സൃഷ്ടി. എന്റെ മാസ്ക് എവിടെ? എന്റെ മാസ്ക് എവിടെ? നിനക്ക് മാസ്കിന്റെ ആവശ്യം എന്താ? ഡൈനോസറിനെ പോലെ ഈ മുഖം കാണിച്ചാൽ മാത്രം മതി. പിന്നെ ആർക്കും മനസ്സിലാവുകയില്ല. എന്റെ പെണ്ണെ, ഞാനൊരു തമാശ പറഞ്ഞതാ. നീ എന്തിനെങ്ങനെ സീരിയസ് ആവുന്നേ? ഇത് കൊണ്ടുവന്നതിന് താങ്ക്സ് പറയും. എന്നിട്ടൊന്നും മിണ്ടാതിരിക്കും. ഇതെന്താ കുറച്ച് ഓവർ സൈസ് തോന്നുന്നില്ലേ? ഞാനൊരു സ്റ്റുപ്പിഡ് ആയിട്ട്. അടിപൊളി, നന്നായി മാച്ച് ചെയ്യാം. നീ സ്റ്റുപ്പിഡ്, ഇതും സ്റ്റുപ്പിഡ്. Forget it. ഇത് ഞാൻ ആ വഴിയിൽ കണ്ട പെൺകുട്ടി തന്നെയല്ലേ? ഹേയ് പ്രിറ്റി ഗേൾ, നിനക്കെന്റെ കൂടെ ഡാൻസ് ചെയ്യണമെന്നുണ്ടോ? ഇനി നീ കണ്ടോ മോനെ, ഇവളുടെ കൈ നിന്റെ കാരണത്ത് പതിക്കുന്നത്? മോനെ, ഇവളൊരു സാധാരണ പെണ്ണൊന്നുമല്ല, അത്ര പെട്ടെന്ന് വീഴാൻ. ഇവനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷെ എവിടെ വെച്ചാ? ഓ, ഇതാ ഷെർലിന്റെ സുഹൃത്താണല്ലോ. ഇവന്റെ കൂടെ കൂടെ ഷെർലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുമായിരിക്കും. യെസ്. വണ്ടർഫുൾ. കം ബേബി. ഇതെന്തൊരു പെണ്ണായത്? അവനെ കുറിച്ചൊന്നും അറിയ പോലുമില്ല. അവനെ കണ്ടപ്പോ ഡാൻസ് ചെയ്യാൻ കൂടെ പോയിരിക്കും അവള്. എന്നോടൊന്നും പറഞ്ഞു പോലുമില്ല. നിനക്ക് എന്ത് പറ്റി കിരൺ? പ്രീത ഏതെങ്കിലും പയ്യന്റെ കൂടെ ഡാൻസ് ചെയ്യുന്ന കാണുമ്പോ നിനക്ക് എന്തിനാ ഇത്രയും പ്രശ്നം? എങ്ങനെ ദേഷ്യം വരാതിരിക്കും? ഇത് ശരിയാണോ? ഇവിടേക്ക് രണ്ടുപേരും ഒന്നിച്ചല്ലേ വന്നത്? എന്നിട്ടിപ്പോ വേറൊരുത്തിന്റെ കൂടെ. വെയിറ്റർ, എനിക്കൊരു വിസ്കി ഓൺ ദ റോക്സ്. പിന്നെ മാഡത്തിന് വോഡ്ക. നിന്നോട് പറയാൻ പോലും കഴിയില്ല ബേബി, ഞാൻ എത്ര ഹാപ്പിയാണെന്ന്. എത്ര നാളുകൾക്ക് ശേഷം ഇത്ര തുറസായിട്ട്, ഇത്ര ഫ്രീ ആയിട്ട് നിന്നെ കാണുന്നേ. ഇന്ന് നമ്മൾ ഓരോ നിമിഷവും മനസ്സ് തുറന്ന് ജീവിക്കും. യെസ്. മാം, നിങ്ങളുടെ ഡ്രിങ്ക്. ഓയ്, ഡ്രിങ്ക് ആയില്ലേ നിങ്ങൾ രണ്ടാളുടെയും? എന്നാ വന്നൂടെ? എത്ര സമയം എടുക്കുന്നു നിങ്ങൾ രണ്ടാളും? കോളേജിൽ ഇത്ര രസമുള്ള കൺവെൻഷൻസ് കേൾക്കാൻ നിങ്ങൾ രണ്ടാളും വാ. ജസ്റ്റ് 1 സെക്കൻഡ് ബേബി, വേഗം വാ. ഈ കോളേജ് കൺഫെഷൻസ് നീ ഇല്ലാതെ കേൾക്കുന്നതിൽ എന്ത് രസമുള്ളത്? ഓക്കെ, ഓഫ് കോഴ്സ് ബേബി, നീ ചെല്ല്, ഞാൻ നിന്റെ പിന്നാലെ തന്നെ വരാം. നിനക്കറിയാലോ നീ ഇല്ലാതെ അധികം നേരം എനിക്കിരിക്കാൻ കഴിയില്ലെന്ന്. യു നോ ഇറ്റ് റൈറ്റ്? I'll be waiting. Let's go. ഓ, രക്ഷപ്പെട്ടു. പ്രീത അവളുടെ അരക്കെട്ടിൽ അവന്റെ കൈവയ്ക്കാൻ സമ്മതിച്ചില്ല.
എന്നാലും അവൾക്ക് ആ സ്ട്രേഞ്ച് ആയ ചെക്കൻ്റെ കൂടെ ഡാൻസ് കളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇവക്ക് എന്തിന്റെ കേടായത്? ഡാമിറ്റ്, വെറുതെ എന്റെ തല പെരുപ്പിക്കാവുള്ള അവളുടെ ഈ സ്റ്റുപ്പിഡ് കാര്യങ്ങൾ കാരണം. ഞങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഷേളിന്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. പക്ഷേ ഇല്ല, ഇവിടെ മിസ് പ്രീതയ്ക്ക് ഡാൻസിന്റെ ഭ്രാന്ത് കയറിയിരിക്കാം. അരെ വാ മച്ചാനെ, നീ നമ്മുടെ പെമ്പിള്ളേരുടെ കൺഫെഷൻസ് മിസ് ചെയ്യാൻ പാടില്ല. അടിപൊളി കഥകൾ പൊക്കിക്കൊണ്ടുവരില്ലേ നീ കോളേജ് കാലത്ത്? ഇത്ര തിരക്കെന്താ? ആ കുറച്ചു നേരം നിൽക്ക്, നമുക്ക് അല്പം ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിട്ട് പതുക്കെ പതുക്കെ പോവാന്നേ. അതെ സർ. ഈ റീയൂണിയൻ പാർട്ടി എപ്പോ കഴിയുമായിരിക്കും? സർ, ഇവരെപ്പോ പുറപ്പെടുന്നോ അപ്പോ. ഈ ഡംബോ എന്താ ഈ ചെയ്യുന്നേ? ഒരു പരിചയമില്ലാത്ത ചെക്കനോട് ഇത്ര ചിരിച്ച് സംസാരിക്കേണ്ട ആവശ്യം എന്താ? നോക്ക് വൃത്തി, നിതിൻ ഏതോ പെൺകുട്ടിയുടെ കൂടെയാണല്ലോ. ഇപ്പൊ ഈ കുരങ്ങ ഏത് പെണ്ണെ സെറ്റാക്കിയിരിക്കണേ? ഗോഡ് നോസ് മാൻ. അല്ല, ഇനി വല്ല ജൂനിയറിനെയാണോ വിളച്ചേക്കണേ മാൻ? ജൂനിയറോ? ആ അത് പോട്ടെ അളിയാ, നമ്മുടെ പെണ്ണുങ്ങളുടെ കാര്യം നമുക്ക് നോക്കാം. അവനെങ്ങാനും കണ്ടാൽ നമ്മളെ അവൻ പച്ചയ്ക്ക് തിന്നും. ഇവൻ നന്നാവുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ പറ, എങ്ങനെയുണ്ട് നിങ്ങളുടെ ലൈഫ്? ഇതുവരെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, പക്ഷേ നിന്നെ പരിചയപ്പെട്ടതിന് ശേഷം ഫീൽസ് ഗുഡ്. അങ്ങനെയാണോ ചെക്ക? എന്റെ ഈ കൈ മുഖത്ത് വീണാലുണ്ടല്ലോ മോനെ, നിന്റെ ഈ എല്ലാ ഫീൽ ഗുഡും തവിയുടെ പൊടിയായി പോകും കേട്ടോ. നോ, ഐ മീൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, കോളേജിന് ശേഷം ആദ്യത്തെ റീയൂണിയൻ. ഐ എം ഷുവർ നീ ഷെർലിനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിരിക്കും കാണുന്നതല്ലേ? അതെ അതെ, ഓഫ് കോഴ്സ്. എന്നുവെച്ചാ നിനക്ക് എന്റെ ഷെർലിന്റെ കാര്യം നേരത്തെ അറിയായിരുന്നു. Yes, of course. You look funny, man. നിന്നെ അറിയാത്ത ആരും കോളേജിൽ ഉണ്ടായിരുന്നില്ലല്ലോ. That's right, yeah. എന്റെ കോളേജിൽ ഞാൻ ഫേമസ് ആയിരുന്നു. By the way, ഒരു കാര്യം പറയട്ടെ, ഞാൻ നിന്നെ നേരത്തെ അവിടെ കാറ് തട്ടാൻ വന്നത് കണ്ടപ്പോ ആ നിമിഷം മുതൽ എന്റെ നോട്ടം നിന്റെ മേത്തുനിന്ന് എടുക്കാനേ എനിക്ക് തോന്നുന്നില്ല. ആഫ്റ്റർ ഓൾ ഇത്ര സുന്ദരമായ മുഖം അല്ലേ? ആ സമയത്തുണ്ടല്ലോ, പിന്നെ ഷെർലിൻ അവളുടെ ഹഗ് ചെയ്തോണ്ടിരുന്നപ്പോ ആരാ അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ഹഗ് ചെയ്തോണ്ടിരുന്നേ? എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. നിനക്ക് ആ തെണ്ടി ഓർമ്മ വരുന്നില്ലേ? അവൻ കാരണല്ലേ ഷെർലിൻ എന്നെ വിട്ട് പോയത്. നീ അവനെ കണ്ടില്ലേ? ഇപ്പൊ അവൻ മുമ്പത്തെക്കാളും മോശമായിട്ടുണ്ട്. അറിയില്ല ഷെർലിൻ അവനിൽ ഇത്രമാത്രം ആകൃഷ്ടമായത് എങ്ങനെയെന്ന്. പറഞ്ഞ പോലെ അവർ രണ്ടാളും ഇവിടെ എവിടെയെങ്കിലും കറങ്ങുന്നുണ്ടാവും. വരൂ, നിനക്ക് അവനെ കാണണോ? എന്റെ കൂടെ, ഞാൻ നിനക്ക് അവരെ കാണിച്ചു തരാം. നോക്കാലോ അവർക്ക് നിന്നെ അറിയോന്ന്. കം. എന്തിനാ അത് ഇതെന്നൊക്കെ പറയുന്നത്? എനിക്ക് ഓർമ്മ വന്നു, ഷെർലിന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് ഇതല്ലേ? എനിക്കിപ്പോ മറന്നുപോയല്ലോ. എനിക്ക് ഓർമ്മ വന്നതാ. എന്താ അയാളുടെ പേരെന്താ? ദിസ് ഈസ് നോട്ട് ഡൺ യാ. ഐ മീൻ കം ഓൺ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പക്ഷെ നിന്റെ ശ്രദ്ധ ആ ഷെർലിന്റെ ബോയ് ഫ്രണ്ടിന്റെ അടുത്താണോ? നീ തന്നെ പറയ്. ആം ഐ നോട്ട് ദാറ്റ് ഗ്രേറ്റ്? എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ആം ഐ ഫുൾ ടൈം ബോറിംഗ്? നോ, വാട്ട് ആർ യു സേയിങ്? പ്ലീസ് താൻ അപ്സെറ്റ് ആവില്ലേ. ഇൻഫാക്ട് കോളേജിലെ ദിവസങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് താനും ഷെർലിനും ഒരുമിച്ച് കാണാൻ എത്ര അടിപൊളിയായിരുന്നു എന്ന് വെച്ചാ ഏതെങ്കിലും ഒരുത്താൻ തന്റെ കൂടെ മുട്ടം പോലും ആളല്ലായിരുന്നു. എന്തായാലും താൻ പറഞ്ഞ സ്ഥിതിക്ക് ഇത് ചിലപ്പോ ശരിയായിരിക്കും. എന്റെ ഷെർലിന്റെ മാച്ച് അത്ര പോരായിരുന്നു. ബട്ട് ഐ ഗസ് നമ്മുടെ രണ്ടാളുടെയും പെർഫെക്റ്റ് മാച്ചിന് ചാൻസ് ഉണ്ട്. നീ ഐ മീൻ നിനക്ക് വല്ല ബോയ് ഫ്രണ്ടും ഉണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ നിനക്ക് തരാം, പക്ഷെ ഒരു കണ്ടീഷൻ. കണ്ടീഷനോ? അതെന്താ? ആക്ച്വലി എന്താന്ന് വെച്ചാ എനിക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യം എന്നിട്ടും എന്റെ തലയിൽ വന്നില്ലേ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോ ഷെർലിന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് പോലും വരുന്നില്ലല്ലോ നാവില്. അപ്പൊ ഒറ്റ തവണ എന്നോട് പറ, അതിനുശേഷം എന്റെ ഇറിറ്റേഷൻ എല്ലാം പോകും. പിന്നെ ഞാൻ എല്ലാത്തിനും ഉത്തരം തരാം. ഓഹ് ഗ്രേറ്റ്. എനിക്ക് നിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതങ്ങ് ഇഷ്ടപ്പെട്ടു. നീ ഇതല്ലേ പറയാൻ ഉദ്ദേശിക്കുന്നേ? നിന്നെ നേടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. ഷെർലിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. അവന്റെ പേര് പിയിൽ നിന്നാ തുടങ്ങുന്നത്. പി കഴിഞ്ഞിട്ട് പിന്നെ
കഴിഞ്ഞില്ലേ മോനെ നിന്റെ ഡാൻസ്? ഇനി പോ നോക്ക. ഇനി എന്റെ കൂടെ ചെല. ഓ ഗോഡ്, ഇവനിപ്പോ പേര് പറയാൻ പോവായിരുന്നു, അപ്പോഴേക്കും കേറി വന്നു. എനിക്ക് നിന്റെ കൂടെ ഡാൻസ് ചെയ്യടാ. ഉത്തരം കിട്ടിയല്ലോ. ഇവൾക്ക് നിന്റെ കൂടെ ഡാൻസ് ചെയ്യണ്ടെന്ന്. നിനക്ക് പോകാം. മതി. ഓക്കെ, ഷീ ഈസ് മൈ ഗേൾ. ഇവള് നിന്റെ ഗേൾഫ്രണ്ട് എന്നോ? പിന്നെ നിനക്ക് എന്താണ് തോന്നുന്നേ? നിന്റെ ഗേൾഫ്രണ്ട്? ബെറ്റർ. പിന്നെ കേൾക്കണോ? Guys, this is not fair. This is just not fair, okay? I mean, നിങ്ങളിവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചിരിക്കുകയാണോ? ഞങ്ങളോടും കൂടി പറ. നിങ്ങൾ ക്രാക്ക് ചെയ്യുന്ന ജോക്സ് ഞങ്ങൾക്കും ചിരിക്കാലോ, അല്ലേ? ശരിയാ പറയുന്നേ. നോട്ട് അറ്റ് ഓൾ. നിങ്ങൾ ആദ്യം ഇത് പറ. നിങ്ങൾ ഇത്ര നേരം എടുത്ത എന്താ തിരിച്ചു വരാൻ? ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാ, ഇവന് അവന്റെ ഡ്രിങ്കിന് വേണ്ടി നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് ഇവന്റെ ഡ്രിങ്ക് ആരോ അടിച്ചോണ്ട് പോയി. അതിനേക്കാൾ വലിയ തമാശ ഉണ്ടോ എന്റെ പൊന്നോ? അല്ലേടാ? Are you serious? ആരോ നിന്റെ മുന്നിൽ വെച്ച് നിന്റെ സാധനം അടിച്ചോണ്ട് പോയെന്നോ? I don't believe it. അറിയോ എന്താന്ന്? കാരണം നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ആ സമയം ഞാൻ നിന്റെ ഓർമ്മകളിലായിരുന്നു. Liar. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. I swear. എനിക്കുണ്ടല്ലോ ഇത്ര ചെറിയ അകൽച്ച പോലും സാധ്യമല്ല. ബേബി, ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞ എനിക്ക് ചെറിയ കാര്യമാണ്. പക്ഷെ നിന്നെ ആരെങ്കിലും എന്റെ അടുത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ എന്ത് ജോഡിയാണ് നിങ്ങൾ രണ്ടുപേരുടെയും? പ്രേമെന്ന് വെച്ചാൽ ഇതാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങൾ അതുപോലെ തന്നെ സോ ഫ്രഷ് ആൻഡ് യങ്. രണ്ടുപേരെയും കണ്ടാത്തൊന്നും പ്രണയിച്ചു തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനൊക്കെ എന്നെ നോക്ക്, കുറഞ്ഞതൊരു 10 ബ്രേക്കപ്പ് എങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഇക്കാര്യത്തിൽ ഒരു റെക്കോർഡ് ഇട്ടാൽ എന്താന്നാ ഞാനാലോചിക്കുന്നത്. ശരി, ഇക്കാര്യം പറ പൃഥ്വി, എപ്പോഴാ രണ്ടാളും കല്യാണം കഴിക്കുന്നേ? അത് 2 ദിവസത്തിനുള്ളിൽ മെഹന്തി ആഘോഷം. എന്ത്? ഓ ഹലോ, എന്നിട്ട് ഞങ്ങളെ വിളിക്കാത്ത എന്താ? അതെ, അതെന്താ? ഓ സോറി, ഞാൻ നിങ്ങൾക്ക് കാർഡ് പിന്നെ അയക്കാം. പക്ഷെ ഞാൻ പേഴ്സണലി എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുവാണ്. നിങ്ങൾ എല്ലാരും 2 ദിവസം കഴിഞ്ഞ് നമ്പ്യാർ മാൻഷനിലേക്ക് വരണം. നമ്പ്യാർ മാൻഷനോ? ഒരു മിനിറ്റ്. നിന്റെ സർനെയിമും പൃഥ്വിയുടെ സർനെയിമും നമ്പ്യാർ എന്നല്ല, പിന്നെ ഈ നമ്പ്യാർ മാൻഷൻ എന്താ? അത് ഇത്രേ ഉള്ളൂ. ഷെർലിന്റെ കല്യാണം രോഹിത് നമ്പ്യാരുമായിട്ടാണ്. പിന്നെ എന്റെ കല്യാണം പ്രീത എന്നൊരു പെൺകുട്ടിയും. ഷെർലിന്റെ കല്യാണത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം എന്റെ കല്യാണം ഉണ്ടാവും. പിന്നെ 3 ദിവസം കഴിഞ്ഞ് ഞാനും ഷെർലിനും ഞങ്ങളുടെ ഹണിമൂണിന് പോകും. റൈറ്റ് ബേബി? പൃഥ്വി ബേബി പറയുന്നതെല്ലാം സത്യമാണ്, മുഴുവനും സത്യമാണ്. അല്ലേ? Of course, baby. നിന്റെ തലയ്ക്കുന്ന വട്ടായോ? ഇതെന്തൊരു ബലപ്രയോഗമാ? ബലപ്രയോഗോ? അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്തേ? ഞാൻ നീ ആഗ്രഹിക്കുന്ന കാര്യം മാത്രം ചെയ്തേ, അതായത് ഡാൻസ്. റൈറ്റ്, കം ഓൺ, ഡാൻസ്. നമ്മളുടെ ഷേളിന്റെ മുഖംമൂടി അഴിക്കാനാ വന്നേ. പക്ഷെ നീ ആണെങ്കിലോ കണ്ണി കണ്ട് ചെക്കന്മാരോട്ട് ഡാൻസ് ചെയ്തോണ്ടിരിക്കുക. ആരടി അവനെ അറിയ പോലും. റൈറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. ഡബിൾ ടഫ് ഡോങ്കി. ഞാൻ അത് തന്നെ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. ഡാൻസോ? ആർ യു സീരിയസ്? ഞാൻ നിതിനോട് ഷെർലിനെ പറ്റി ചോദിക്കുമായിരുന്നു. പേര് പോലും നീ അന്വേഷിച്ചു വെച്ചല്ലേ? നിതിൻ, നിനക്കറിയാന്നല്ലേ ഞങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചെന്ന്? അവൻ എനിക്ക് ഷെർലിന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് പറഞ്ഞു തരാൻ പോവായിരുന്നു. അപ്പോഴാണ് നീ എവിടെ നിന്നോ കേറി വന്നേ. ശരി, പറയേ ഷേളിന്റെ ബോയ് ഫ്രണ്ടിന്റെ പേരെന്താന്ന്? അത് നീ കേൾക്കാൻ പോലും സമ്മതിച്ചില്ലല്ലോ. ആ പാവം വെറും പി മാത്രമേ പറഞ്ഞു തന്നുള്ളൂ. അതിന്റെ ഇടയ്ക്ക് നീ എവിടെന്നാ കേറി വന്നേ? പഠിക്കാൻ കൊണ്ട് കല ഓടിച്ചല്ലോ നീ. പൂർണ്ണ എന്ന് വെച്ചാൽ പെമ്പിളാരെ പേരാണ്. വാങ്ങിക്കും നീ എന്റെ കയ്യിൽ നിന്ന്. ഞാൻ പറയുന്ന എന്താന്ന് മുഴുവൻ കേക്ക് നീ ഒന്ന്. ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാൽ ഇനി എങ്ങാനും പീഷ് എന്നാണെങ്കിലോ അല്ലെങ്കിൽ പ്രസാദ് എന്നാണെങ്കിലോ പേര് പറഞ്ഞിട്ട് കാര്യം നടക്കത്തുണ്ടാവും. അവൻ നിന്നെ ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങിയത്. നിന്നെ ലൈൻ അടിക്ക് നോക്കായിരുന്നില്ല അവൻ. നീ എൻജോയ് ആയിരുന്നില്ലേ അവന്റെ ഫ്ലേർട്ടിംഗ്? അവന്റെ കൂടെ തൊട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. നിന്നെ തൊട്ടപ്പോ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലേ? എടി, നിനക്ക് ഫ്ലേർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ മുംബൈയിലെ ഹോട്ടായ പയ്യമാരുടെ കൂടെ ആയിക്കൂടായിരുന്നോ? എന്തുപറ്റി? I know I am the best, okay? Narcissist. നോക്ക്, നീ കുറച്ച് വിട്ട് നിക്ക്, okay? എടി, not okay. What do you mean not okay?
അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. നീ എന്താ ചെയ്തേ? എന്താ നീ എന്തെങ്കിലും അറിയാനുള്ള ശ്രമം നടത്തിയായിരുന്നോ? ഷെർലിൻ എവിടെയാണെന്നോ ആരുടെ കൂടെയാണെന്നോ? ഞാൻ എങ്ങനെ ചെയ്യൂടി? എന്റെ നോട്ടം മുഴുവൻ നിന്റെ മേലായിരുന്നില്ലേ, പിന്നെ എങ്ങനെ ചെയ്യാനാ? എന്തിനാ എന്റെ മേല്? എന്തിനാന്ന് വെച്ചാ കണ്ണിൽ കാശിത്തുമ്പകൾ കവിളിൽ കാവൽ തുമ്പികൾ കണ്ണിൽ കാശിത്തുമ്പകൾ കവിളിൽ കാവൽ തുമ്പികൾ മണ്ണിലുലാവും. എന്താന്ന് വെച്ചാ എനിക്ക് അച്ചക്കനെ ഇഷ്ടമായില്ല. നിതിനെ, അവൻ നിന്നോട് എങ്ങനെ പെരുമാറിയത്? I don't like that. Oh my God. Cheers once again. Cheers, guys. Cheers. നിതിനെ, എന്റെ അളിയാ, മീന് ചൂണ്ടയിൽ കൊത്തിയോടാ. ഏത് മീന്റെ കാര്യമാണ് പറയുന്നത് വിനോദ്? കൊള്ളാലോ മോനെ. നീ ഒരുത്തിയുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നില്ലേ? അതിൽ മുഴുകിപ്പോയിരുന്നോ അതോ അടിച്ച് കിളി പോയിരിക്കാണോ? കറക്റ്റ്. ദിസ് ഈസ് നോട്ട് ഫെയർ. ദിസ് ഈസ് ജസ്റ്റ് നോട്ട് ഫെയർ. നമ്മളെന്താ ഇവിടെ ടൈം പാസ് ചെയ്യുവാണോ? നീ ഒരിക്കലും മാറാൻ പോകില്ല. കുരങ്ങന്റെ പോലെ ചാടി കളിച്ചോണ്ടേയിരിക്കും. നമ്മളെല്ലാം എത്ര കാലത്തിന് ശേഷം കാണുന്നത്? എത്ര നാൾ കൂടിയിട്ട് റിയൂണിയൻ ഉണ്ടാവുന്നത്? There are so much to catch up, so much to discuss about. പിന്നെ നീ മാത്രം ഒരുത്തി ഇങ്ങനെ വളച്ചോണ്ടിരിക്കുക. എന്ത് സെറ്റിംഗ് മച്ചാ? ഐ മീൻ, അവൾക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ട്. അവൻ വന്നു, അവൾ എടുത്തോണ്ട് ഡാൻസ് കളിക്കാൻ പോയി. പക്ഷേ അവൾ ഷെർലിന്റെ കാര്യം കുറെ ചോദിച്ചു. നല്ല ഇൻട്രസ്റ്റഡ് ആണ്. നമ്മുടെ കോളേജിലായിരുന്നു, ജൂനിയർ. പക്ഷേ മുമ്പ് ഒരിക്കലും ഞാൻ അവളെ കണ്ടിട്ടില്ല. ആർക്കറിയാം, ചിലപ്പോ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിലോ. അവളുടെ പേരെന്തായിരുന്നു? അവളുടെ പേര് പറഞ്ഞതായിരുന്നല്ലോ. ഒരു മിനിറ്റ്. നിന്റെ കയ്യിലില്ലാത്ത ഒരു സാധനത്തെ പറ്റി വല്ലാതെ ബലം പ്രയോഗിക്കണ്ട. ഞാനൊന്ന് ഓർത്തെടുക്കട്ടെ. ഓക്കെ പ്ലീസ്, എന്നൊന്ന് വിശ്വസിക്കേ. നല്ല വെളുത്തിട്ടായിരുന്നു, നീളം മുടി, ക്യൂട്ട് സ്മൈൽ. പക്ഷെ അവളുടെ പേര് മാത്രം ഓർമ്മ കിട്ടുന്നില്ല. You know what, bro? Bro, excuse me. Don't call me bro, yeah. Bro, grow. Wow. ഓർമ്മ വന്നു. പ്രീത. ഞാൻ പറഞ്ഞില്ലേ ഓർമ്മ വരുമെന്ന്? എന്റെ എക്സിന്റെ പേര് തന്നെയായിരുന്നു. ഷെർലിൻ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ നീ എപ്പോഴെങ്കിലും അവളെ കോളേജിൽ കണ്ടിട്ടുണ്ടോ? ഒന്ന് നിക്കുന്നേ, ഇത്ര ധൃതിയിൽ എങ്ങോട്ടാ? ഞാൻ നിന്നെ ആദ്യം തന്നെ 2 തവണ മാൻ ചെയ്തതാ. ഇനി 3ാമത്തെ പ്രാവശ്യം നീ ഭൂമുഖത്തുണ്ടാവില്ല. ഇനി മേലാൽ എന്റെ ഷെർലിൻ ബേബിയുടെ മേൽ കൈവച്ചാലുണ്ടല്ലോ. Come baby. അല്ല, ഈ പൃഥ്വിക്ക് ഇത് എന്ത് പറ്റി? മച്ചാനെ, നിനക്കറിയില്ലേ അവൻ ഇങ്ങനെയാന്ന്? മേലാൽ അവളെ തൊടാൻ പോലും നിക്കല്ലേ. എങ്ങോട്ടടി പോന്ന് നിക്ക്. നീ കേട്ടതല്ലേ ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? എനിക്ക് നിന്റെ പ്രൊട്ടക്ഷന് ഒരു ആവശ്യമില്ല. കാരണം കിരൺ നമ്പ്യാർ നിന്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ തന്നെ ഞാൻ സേഫ് ആണ്. ബിക്കോസ് ഐ ആം എ ബിഗ് ഗേൾ. ഐ കാൻ ലുക്ക് അപ്പ് ടു മൈസെൽഫ്. എന്താ ആരെങ്കിലും എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോവോ? ഓഹോ, നീ മറന്നു പോയോടി. നിന്നെ ഞാൻ എത്ര പ്രാവശ്യം എവിടെയൊക്കെ വെച്ച് സഹായിച്ചു എന്ന് നിനക്കൊന്നും ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഓ റിയലി? എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നീ എന്നെ രക്ഷപ്പെടുത്തിയെന്ന്. ഓക്കെ, കൺസ്ട്രക്ഷൻ സൈറ്റ് വെച്ച് ആ കോർപ്പറേറ്ററുടെ മോൻ നിന്നെ എടുത്തോണ്ട് പോയില്ലേ? എന്താടി മറന്നുപോയോ? അതുകൊണ്ടെന്താ അതിലെന്താ ഇത്ര വലിയ കാര്യം ഇരിക്കുന്നത്? ഞാനും നിന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലേ? അന്ന് ആ കാട്ടുപൂച്ചകൾ നിന്റെ മേലെ ചാടി വീണപ്പോ നിന്റെ ഡ്രസ് അഴിക്കാൻ നോക്കിയപ്പോ നിന്നെ അത് സംഭവിക്കാൻ പോയപ്പോ. എന്ത് സംഭവിക്കാൻ പോയപ്പോ? പറയടി, എന്ത് സംഭവിക്കാൻ പോയപ്പോന്ന്? പറയേ. അവരെന്താടി എന്നെ ചെയ്തേ? എന്നെ കിസ് ചെയ്യോ, എന്നെ കെട്ടിപ്പിടിക്കോ, അതോ എന്നെ ഡ്രസ് അഴിക്കോ? അല്ല, നീ എന്തൊക്കെയാടി വിളിച്ച് പറയുന്നത്? വായി തോന്നിയത് കോതയ്ക്ക് പാട്ട്. നിന്റെ മിണ്ടാട് മുട്ടിപ്പോയോ? എടി, ഒരു കാര്യം പറയുമ്പോ ചിന്തിച്ചു വേണം പറയാനായിട്ട്. എനിക്കറിയാം നിനക്ക് വിശക്കുന്നു. എടി, വിശക്കുന്നു വെച്ചിട്ട് ഇങ്ങനെ വായി തോന്നി വിളിച്ച് പറയലേ നീ. നീ കാരണം ഉണ്ടല്ലോ എന്റെ തല ചൂടായിക്കൊണ്ടിരിക്കുക. ഓഹോ, എന്ന് നീ ഒരു കാര്യം ചെയ്യ. വെള്ളം കുടിക്കുമ്പോളെ തല നന്നായി തണുക്കും. പിന്നെ തല ഇത്ര ചൂടാക്കുവാണെങ്കിലേ ബാക്കിയുള്ള നിന്റെ തലച്ചോറുണ്ടല്ലോ അത് ചാരമായി പോകുന്നേ. ആക്ച്വലി നോട്ട് എ ബാഡ് ഐഡിയ. വെള്ളം കുടിക്കാൻ പോയ അവള് ഞാൻ പറയുന്ന കേക്കുമല്ലേ?
എന്നാ ഇവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ എന്റെ പ്രൊട്ടക്ഷൻ വേണ്ട മാഡത്തിന്. പൊട്ടിക്കാളി ഡംബോ. ഇവളെ എന്ത് ചെയ്യാനാ? ഇവിടെയാണെങ്കിൽ പ്രീതയും കാണുന്നില്ല, പിന്നെ നിതിൻ പറഞ്ഞ പോലെ ആ മറ്റേ ചെക്കനെയും കാണുന്നില്ല. സി പക്ഷെ ആർക്കറിയാം, ചിലപ്പോ നിതിൻ പറഞ്ഞ ആ പെണ്ണ് ചിലപ്പോ നമ്മുടെ ജൂനിയർ തന്നെ ആണെങ്കിലോ, പിന്നെ അവളുടെ പേരും പ്രീത തന്നെ ആണെങ്കിലോ? ഇല്ലില്ല, നമുക്ക് ഒരു ചാൻസ് പോലും എടുക്കാൻ കഴിയില്ല. വി ഹാവ് ടു ബി ഷുവർ അവരിവിടെ ഇല്ല എന്നുള്ളത്. നമുക്ക് ആ കാര്യം ഷുവർ അല്ലെങ്കിൽ പ്രീത ഇവിടെ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും റിലാക്സ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ബി റിയലി കെയർഫുൾ. പക്ഷേ ആ പെൺകുട്ടി പ്രീത ആണെങ്കിൽ തന്നെ നിതിൻ പറഞ്ഞല്ലോ അവളുടെ കൂടെ അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന്. എങ്ങാനും ആ ചെക്കൻ ആണെങ്കിൽ അല്ലല്ല, അഥവാ ആ ചെക്കൻ കിരൺ ആയിരുന്നെങ്കിൽ നിതിൻ അവനെ മനസ്സിലാവുമായിരുന്നില്ലേ? എങ്ങനെ മനസ്സിലാകാനാ? നീ എല്ലാവരും നോക്ക്, എല്ലാ ആളുകളും മാസ്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്തെന്നാൽ കിരണും മാസ്ക് വെച്ചിട്ടുണ്ടാവും. ഞാൻ പറയുവാണ്, എന്ത് തന്നെയായാലും വി ഹാവ് ടു ബി വെരി ഷുവർ അവരിവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ക്ലബിന്റെ മുക്കും മൂലയും ചെക്ക് ചെയ്യേണ്ടി വരും. ഈ കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. നീ അവിടെ ചെക്ക്, ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാം. ഒരു ഗ്ലാസ് വെള്ളം തരാമോ? എവിടെയാണ് ഈ തള്ളിക്കയറി പോകുന്നേ? ഇവിടെ വന്നിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടതാ. അദ്ദേഹം ഈ പാർട്ടി തന്നെ ഉണ്ട്. എവിടെ പോയി എന്നാലും? ബേബി എന്റെ കൂടെ വാ. എന്താ ബേബി, നമ്മൾ സംശയിച്ചതൊക്കെ ശരിയായിരുന്നു. ആ പ്രീത ഇവിടെ തന്നെ ഉണ്ട്, പിന്നെ അവളുടെ കൂടെ ആ കിരണും ഉണ്ട്. ആ എനിക്ക് തോന്നുന്നത് നമ്മൾ പെട്ടുപോയെന്നാ. ഇത് കയ്യിൽ പോയി. കാരണം ആ പ്രീത ഓൾറെഡി എന്നെ ഇവിടെ കണ്ടു. പിന്നെ ആർക്കറിയാം, ആ മണ്ട നിതിൻ എന്നെ നിന്നെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങൾ ആ പ്രീതയോട് പറഞ്ഞിട്ടുണ്ടാവുമോന്ന്. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോവാം. ഇല്ലില്ല, ഇപ്പൊ ഇവിടുന്ന് പോവാൻ പറ്റില്ല. കാരണം ആ പ്രീത നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി 100 ചോദ്യം ചോദിക്കും അവൾ. മനസമാധാനം പറ്റി ഇരിക്കാൻ പോലും പറ്റില്ല. നിനക്കറിയാവുന്നല്ലേ അവളെ? ഒരു ഡിറ്റക്റ്റീവ് ടൈപ്പാണ് അവള്. ഐ ആം ഷുവർ അവളുണ്ടല്ലോ, അവൾ കിരണിനോട് പറഞ്ഞിട്ടുണ്ടാവും, നീ ഗേറ്റിന്റെ അടുത്തേക്ക് വെക്കോ, അവിടെ തന്നെ നിൽക്കണം, എന്നിട്ട് ആരൊക്കെ വരുന്നു ആരൊക്കെ പോകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. നിനക്കറിയാവുന്നല്ലേ അവനെ? മോളെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ പണി പാളിയുന്ന. നമ്മള് ശരിക്കും പെട്ടു. എനിക്ക് തോന്നുന്നത് എന്റെ കൂടെ നീയും നമ്മൾ രണ്ടുപേരും ശരിക്കും കുടിക്കുന്ന. കാം ഡൗൺ, റിലാക്സ്, പാനിക് ആകേണ്ട ആവശ്യമൊന്നുമില്ല. ആരെങ്കിലും പേര് പറയുന്നെങ്കിൽ ആ നിന്റെ ശരിക്കുള്ള പേര് പറയൂ, പെറ്റ് നെയിം അല്ല.